അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എത്ര വീഡിയോ ചെയ്തിട്ടും ആൾക്കാർ കേട്ടിട്ടും പഠിക്കുന്നില്ല. ഈ വിസയ്ക്ക് കാശ് കൊടുത്തിട്ട് ഇപ്പോഴും പറ്റിക്കപ്പെടുകയാണ്. ഇപ്പൊ എന്റെ റൂമിൽ ഒരു വ്യക്തി വിസയ്ക്ക് കാശ് കൊടുത്ത് പെട്ട് നിൽക്കുകയാണ്. 3 ലക്ഷം രൂപയാണ് കൊടുത്തത്. എമിറേറ്റ്സ് ഐഡിയും കാര്യവും വിസയൊക്കെ ഉണ്ട്, പക്ഷെ ജോലിയില്ല. എന്നിട്ട് പുള്ളിക്കാരനക്ക് 1 മാസം റെന്റും കൊടുത്ത് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഈ 1 മാസം കഴിഞ്ഞാൽ റെന്റും കൊടുക്കൂല, ഒന്നും കൊടുക്കില്ല. പുള്ളിക്കാണെങ്കിൽ ഫുഡിന് വരെ പൈസ ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരിക്കലും വിസയ്ക്ക് പൈസ കൊടുത്ത് ഇവിടെ വരാൻ നിൽക്കരുത്. നിങ്ങളുടെ ആൾക്കാർ, റിലേറ്റീവ്സ്, ബന്ധക്കാർ, കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറാൻ ശ്രമിക്കുക. അവരുടെ ചിലപ്പോൾ സപ്പോർട്ട് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടാം. ഈ കമ്പനികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏജൻസികളൊന്നും വിശ്വസിച്ച് ഒരിക്കലും നിങ്ങൾ ഏത് GCC രാജ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. പ്രിയ സുഹൃത്തുക്കളെ, ഞാനിത് എഴുതി ഒപ്പിട്ട് തരാം. അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് UAE വെറും 6500 കൊടുത്ത 2 വർഷത്തെ വിസ കിട്ടും. നാട്ടിലത്തെ കൂടിപ്പോയി കഴിഞ്ഞാൽ 1,30,000, 1,30,000 രൂപ. അവർ നിങ്ങൾക്ക് വിസയ്ക്ക് തരുന്നത് വാഗ്ദാനം എത്രയൊക്കെയാണ്? 3 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങളുടെ നിന്ന് വാങ്ങുന്നത്. അവർക്ക് ഒറ്റയടിക്ക് 1,50,000 രൂപയാണ് കിട്ടുന്നത് ലാഭം. മനസ്സിലായോ? നിങ്ങൾക്ക് ഇന്നൊരു ജോലിയും കാര്യം ഒന്നും ശരിയാക്കില്ല. അഥവാ നിങ്ങൾ തിരഞ്ഞാൽ ജോലി നിങ്ങൾക്ക് ഒരു കൈത്തൊഴിലില്ലെങ്കിൽ, ഒരു പ്രൊഫഷണൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും ലേബർ ജോലിയാണ് കിട്ടുക. ലേബർ ജോലിക്ക് ഇവിടെ വെറും 1000-ൽ താഴത്തെ ശമ്പളമുള്ളൂ. അതായത് നാട്ടിലത്തെ 15,000 രൂപ. അതിന് നാട്ടിൽ നിങ്ങൾക്ക് കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ, ഒരു സെൻറ്ററിങ് പണിയോ ഒരു പെയിന്റിങ് പണിക്കോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി 1000 രൂപ വെച്ച് ഉണ്ടാക്കാം. മാസം 30,000 രൂപയായി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വരികയാണെങ്കിൽ 100 വട്ടം ആലോചിക്കുക. പ്രത്യേകിച്ച് വിസയ്ക്ക് പൈസ കൊടുത്തിട്ടൊന്നും ഒരിക്കലും വരാൻ നിൽക്കരുത്. നിങ്ങൾ പറ്റുമെങ്കിൽ വിസിറ്റിൽ വരാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രൊഫഷണൽ ജോലി ഇവിടെ അന്വേഷിക്കുക. അതല്ലെങ്കിൽ പോലും ഒരു ഓഫീസ് ബോയ് ആയിട്ട് ജോലി കിട്ടിയാൽ പോലും കുഴപ്പമില്ലാത്തൊരു ശമ്പളം കിട്ടും. നിങ്ങൾക്ക് അത് വെച്ച് റൂം റെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം പ്രവാസ ലോകത്തിലേക്ക് കാലി വെക്കുക. ഒരിക്കലും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്നു പോകരുത്. വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം വളരെ സ്ട്രിക്റ്റാണ്. അഥവാ നിങ്ങളുടെ വിസ എക്സ്പയർ ആയി കഴിഞ്ഞാൽ, വിസിറ്റിങ്ങിന് വന്നിട്ടാണെങ്കിൽ ശരി, ഞാൻ പറയാം, ചിലവർ വിസിറ്റിംഗ് അടക്കം കൊടുത്തിട്ട് വിസയ്ക്ക് പൈസ വാങ്ങി പറ്റിക്കുന്നുണ്ട്. ഇതിലെ വിസയാണെന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ആൾക്കാർ അങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ വിസ എക്സ്പയർ ആയി കഴിഞ്ഞാൽ, വിസിറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഫൈനാണ്. പിന്നെ നിങ്ങൾക്ക് ഈ രാജ്യം വിടാൻ കഴിയില്ല ഫൈൻ അടയ്ക്കാതെ. ഒരുപാട് ചിക്കലിൽ നിങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് ചിന്തിക്കുക പ്രിയ സുഹൃത്തുക്കളെ, വിസയ്ക്ക് പൈസ കൊടുത്ത് ഒരിക്കലും ഏത് പ്രവാസ ലോകത്തും ഏത് ജോലിക്ക് നിങ്ങൾ കയറരുത്. ഇവിടെ GCC രാജ്യങ്ങളിൽ ഒരു സ്ഥലത്തും വിസയ്ക്ക് പൈസ വാങ്ങുന്നില്ല. ഏജൻസികൾ വാങ്ങി നിങ്ങളെ പറ്റിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, അപ്പം നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ കമന്റിൽ പറയുക.